പൂച്ചകളും മനുഷ്യരും തമ്മിലുള്ള ബന്ധത്തിന് മുൻപ് കരുതിയിരുന്ന അത്രയും പഴക്കമില്ലെന്ന് ശാസ്ത്രജ്ഞർ. ഏകദേശം 10,000 വർഷങ്ങൾക്ക് മുൻപ് പശ്ചിമേഷ്യയിലെ കിഴക്കൻ മെഡിറ്ററേനിയൻ പ്രദേശത്തുള്ള ലെവന്റ് എന്നറിയപ്പെടുന്ന ഭൂപ്രദേശത്ത് കൃഷി വികസിപ്പിക്കപ്പെട്ട സമയത്താണ് മനുഷ്യരും പൂച്ചകളും അടുത്തതെന്നായിരുന്നു പൊതുവിൽ വിശ്വസിച്ചിരുന്നത്. എന്നാൽ പൂച്ചകൾ അവയുടെ വന്യത വിട്ട് മനുഷ്യരുമായി അടുപ്പം സ്ഥാപിച്ചത് അതിലുമേറെ വൈകിയാണെന്ന് പുതിയ പഠനങ്ങൾ പറയുന്നു. യൂറോപ്പ്, വടക്കേ അമേരിക്ക, അനാറ്റോലിയ എന്നിവിടങ്ങളിൽ നിന്നായി ലഭിച്ച പൂച്ചകളുടെ അസ്ഥികളിൽ നിന്നെടുത്ത DNA ഗവേഷകർ പഠന വിധേയമാക്കുകയും ഇന്നത്തെ പൂച്ചകളുടേതായി താരതമ്യം ചെയ്യുകയും ചെയ്തു. ഏകദേശം 4000 വർഷങ്ങൾക്ക് മുൻപാണ് പൂച്ചകളുമായുള്ള നമ്മുടെ ബന്ധം ആരംഭിച്ചതെന്ന് ഓക്സ്ഫോർഡ് സർവകലാശാലയിലെ പ്രൊഫസർ ഗ്രെഗർ ലാൻസർ പറഞ്ഞു. ആധുനിക ജീവിതത്തിൽ പൂച്ചകളുടെ ശക്തമായ സാന്നിധ്യം കാണുമ്പോൾ ഈ സമയക്രമം അത്ഭുതകരമാണെന്നും അദ്ദേഹം പറയുന്നു. കൃത്യമായി പറഞ്ഞാൽ വടക്കൻ ആഫ്രിക്കയിൽ നിന്നാണ് പൂച്ചകളും മനുഷ്യരും തമ്മിലുള്ള ബന്ധം ആരംഭിക്കുന്നത്. കൃഷിയുള്ള സ്ഥലങ്ങളിലെല്ലാം മനുഷ്യരും പൂച്ചകളും തമ്മിൽ ബന്ധം സ്ഥാപിക്കുക എന്നതായിരുന്നില്ല, മറിച്ച് അത് ഈജിപ്തിൽ മാത്രമുണ്ടായിരുന്ന പ്രതിഭാസമായിരുന്നു. കലകളിലും ചിത്രങ്ങളിലും പൂച്ചകളെ ആവിഷ്കരിച്ചിട്ടുണ്ട്. മമ്മിഫൈ ചെയ്ത രൂപത്തിലും പൂച്ചകളെ അവർ സൂക്ഷിച്ചിരുന്നു. പ്രാചീന യാത്രികരുടെ സഹചാരിയായിരുന്നു പൂച്ചകൾ. കപ്പലുകളിൽ ഭക്ഷ്യവസ്തുക്കൾ പ്രാണികളിൽ നിന്നും എലികളിൽ നിന്നുമെല്ലാം സംരക്ഷിക്കുന്നതിനുള്ള വേട്ടക്കാരായും അവയെ ഉപയോഗിച്ചു. ഏകദേശം 2000 വർഷങ്ങൾക്ക് മുൻപ് മാത്രമാണ് പൂച്ചകൾ യൂറോപ്പിലെത്തിയത്. റോമക്കാരിലൂടെയാണ് അവ യൂറോപ്പിലെത്തിയത്. പിന്നീട് സിൽക്ക് റോഡ് പോലെയുള്ള വ്യാപാര മാർഗങ്ങളിലൂടെ വടക്കോട്ട് പോയി. ക്രമേണ ഏഷ്യയിലുടനീളം അവയുടെ സാന്നിധ്യമുണ്ടായി. ഇന്ന് അവ ലോകത്ത് അന്റാർട്ടിക്ക ഒഴികെ എല്ലായിടത്തുമുണ്ട്. അതേസമയം ചൈനയിൽ ഇന്നത്തെ വളർത്തു പൂച്ചകൾക്ക് മുൻപ് ശരീരമാസകലം പുള്ളിയുള്ള ലെപ്പേർഡ് കാറ്റ് എന്നറിയപ്പെടുന്ന പൂച്ചവർഗം മനുഷ്യരുമായി ഇണങ്ങി ജീവിച്ചിരുന്നു. ഏകദേശം 3500 വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഈ ബന്ധം ആരംഭിച്ചിട്ടുണ്ട്. എലികളെ തുരത്താനുള്ള വേട്ടക്കാരായാണ് ഇവയെ ഉപയോഗിച്ചിരുന്നത്. എങ്കിലും ആഫ്രിക്കൻ കാട്ടുപൂച്ചയുടെ പിൻഗാമികളായ ഇന്നത്തെ വളർത്തു പൂച്ചകളെ പോലെ ലെപ്പേർഡ് കാറ്റ് മനുഷ്യരുടെ സ്ഥിരം അരുമമൃഗങ്ങളുടെ പട്ടികയിലേക്ക് പരിഗണിക്കപ്പെട്ടിട്ടില്ല. അതേസമയം ഈ ലെപ്പേർഡ് കാറ്റുകളുടെയും വളർത്തു പൂച്ചകളുടെയും 20-ാം നൂറ്റാണ്ടിൽ രൂപപ്പെട്ട സങ്കര ഇനമാണ് ബംഗാൾ പൂച്ചകളെന്നും പഠനത്തിൽ പറയുന്നു. സയൻസ്, സെൽ ജനോമിക്സ് എന്നിവിടങ്ങളിൽ ഈ ഗവേഷണ പഠനം പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്.